എന്റെ ഭർത്താവ് തീരുമാനിച്ച വിവാഹം ഇത് നടന്നേ പറ്റൂ. നിന്റെ ജീവിതം അത് ഓർക്കുമ്പോ അച്ഛൻ സഹിക്കാനാവുന്നില്ല മോളെ. അച്ഛാ, ജീവിതം എങ്ങനെ ഏത് വഴിക്ക് പോണോന്ന് നമുക്കെങ്ങനെയാ പറയാൻ പറ്റുക? അതുകൊണ്ട് ഞാനിപ്പോ അതേക്കുറിച്ചൊന്നും ആലോചിക്കാറില്ല. പക്ഷെ ഞാനിപ്പോ DKയുടെ ഭാര്യ. ഈ വിവാഹം മുടങ്ങിയ അത് അദ്ദേഹത്തിന് നാണക്കേടാ. അച്ഛൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയേ പറ്റൂ. ഞാൻ ഫോൺ വെക്കാം. അല്ല, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? അയ്യേ, എന്തിനാ ഈ കോലം കെട്ടുന്നത്? കോലം കെട്ടുന്നു? ആര്? ഇത്രയും ആഠ്യത്വമുള്ള എന്റെ മുഖത്ത് നോക്കി കോലം കെട്ടുന്നു എന്ന് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി? പറയടി. അതെ, ഞാന് ഒന്ന് അമരാവതി വരെ പോകാൻ പോകുക. അവിടെ നിന്ന് ചിലപ്പോ ഗോവയിലോ ഡൽഹിക്കോ പോയെന്നും വരും. നിങ്ങൾക്കെന്താ ഭ്രാന്തായോ? ഭ്രാന്താണെന്നൊക്കെ നിനക്കിപ്പോ തോന്നും. പക്ഷേ എന്നെ ഒന്ന് കാണാൻ ഇനി ചിലപ്പോ നീ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കേണ്ടി വരുവിടി. ആ, കാത്തിരിക്കേണ്ടി വരും. വയസ്സുകാലത്ത് ഓരോരോ ആഗ്രഹങ്ങളെ. അല്ല, നിങ്ങൾ അമരാവതിയിലോട്ട് വലിഞ്ഞേറി പോന്ന എന്തിനാ? ആ, ഞാന് ആ ശിവയുടെ കൂടെ അങ്ങ് കൂടാൻ പോവുക. ആ, അതേതായാലും നന്നായി. അതോടെ നിങ്ങളെ കൊണ്ടുള്ള ശല്യം തീർന്നു കിട്ടുമല്ലോ. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? എടി, ശിവ ഒരു പുതിയ ചാനൽ തുടങ്ങാൻ പോകുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ? ആ, അത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഞാനതൊക്കെ സ്മെല്ല് ചെയ്ത് കണ്ടുപിടിക്കും. അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് നിങ്ങൾക്കെന്താ കാര്യം? കാര്യമുണ്ട്. ഡീ, ആഹാരവുമായി ബന്ധപ്പെട്ട രുചികൾ തേടി അവൻ ഇന്ത്യ മൊത്തം സഞ്ചരിക്കാൻ പോവുക. അപ്പോ അവനൊരു കൈസഹായി വേണ്ടേ? പിന്നെ എന്തായാലും ഞാൻ അവന്റെ കൂടെ കൂടാൻ പോവുക. അവന്റെ കഷ്ടകാലം അവന് ഇതിലും വലുത് ഏതാണ്ടോ വരാനിരുന്നതാ. ഞാൻ വല്ല വായി തോന്നിയതും വിളിച്ചു പറയും. എടി, പിന്നെ ഞാനെന്തോ വേണം? എപ്പോഴും ഞാൻ നിന്റെ കൂടെ അടയിരിക്കണോ? നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. ദേ, കഞ്ഞി എടുത്തു വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ കുടിച്ചിട്ട് പോ. വേണ്ട, ഞങ്ങൾ ഇനി വെറൈറ്റി ഫുഡൊക്കെ കഴിച്ച് നാട് മുഴുവൻ കറങ്ങാൻ പോവുക. ആർക്ക് വേണം നിന്റെ ഉണക്ക കഞ്ഞി? നടുവിന് പറഞ്ഞ് നിക്കാൻ വയ്യ. എന്നിട്ടും ഇങ്ങേരുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? ദേ, കറങ്ങി തിരിഞ്ഞ് എല്ലും തോലുമായിട്ട് തിരിച്ചു വരുമ്പോഴേ ഈ കഞ്ഞിയെ കാണും. അത് ഓർമ്മ വേണം. ആ, പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ നാത്തുവിനോട് പറയണം. എന്തോ കാര്യമാ? ശിവയെ കല്യാണം കഴിപ്പിച്ച് ഇവിടെ താമസിപ്പിക്കുന്ന കാര്യം. കുട്ടിക്കാലം മുതല് അവന് ഏറ്റവും കൂടുതൽ താമസിച്ചത് ഇവിടെയല്ലേ? അവൻ ആദ്യം പഴയപടി ആവട്ടെ, എന്നിട്ട് നോക്കാം. ഞാൻ ഇപ്പൊ ഒന്ന് പോയിട്ട് വരാം. അപ്പൊ കഞ്ഞി വേണ്ടേ? നിന്റെ കഞ്ഞി ചമ്മന്തി ഉണ്ടോ? എന്നാ എടുത്തോ, ചെല്ലേ. ഈ മനുഷ്യന്റെ ഒരു കാര്യം. യെസ്, കെവിൻ ഓക്കെ അല്ലേ?
എടുത്തി ഞാൻ പറഞ്ഞതുപോലൊക്കെ ചെയ്തേക്കണം. അത് ഞാൻ ഏറ്റു. ഓക്കെ കെവിൻ, എല്ലാം റെഡിയല്ലേ? റെഡിയാണ് സാർ, എല്ലാം റെഡി. അപ്പൊ നോക്കാം. ഓക്കെ. അനിയനും ഏട്ടത്തിനും കൂടെ എന്തൊരു ഷോ ചേച്ചി. അതിന് താളം തുള്ളാൻ ഡേക്ക്. രണ്ടുപേർക്കും തീരെ അസൂയയില്ല, കുശുമ്പുമില്ല. കഷ്ടം. തകർച്ചയുടെ പടുകുഴിയിൽ നിന്ന് കയറി വന്ന ഒരാള് ജീവിക്കുന്ന കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ. പക്ഷെ ചിലർക്കത് പിടിക്കില്ല. നിന്നോട് ഇവിടെ ആരും അഭിപ്രായം ചോദിച്ചില്ല. നീ അല്ലെങ്കിലും അവരുടെ ആളല്ലേ. കുറച്ചു കാലം ഞാൻ നിങ്ങളുടെ ആളായിരുന്നല്ലോ. അന്ന് എന്റെ കണ്ണിൽ ഇരുട്ടായിരുന്നു. ഇപ്പൊ വെളിച്ചം വന്നു. അതുകൊണ്ട് നന്മ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റി. അവള് പറഞ്ഞിട്ട് പോയ കേട്ടില്ല മായച്ചി. അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുക അവൾക്ക്. അത് മാറും, നീ നോക്കിക്കോ. തുടങ്ങാം സാർ. റെഡി. അത് നന്നായിരിക്കും. മേഡം മോണിറ്ററിന്റെ മുമ്പിലിരുന്ന് ആക്ഷൻ പറഞ്ഞാൽ മാത്രം മതി. അയ്യോ, ഞാനോ? ആ, ഏട്ടത്ത് ചെന്നിരിക്കേ ശ്ശോ. നീ വാ. പ്ലീസ്. അല്ല, നീ എന്താ പാട്ട് പാടാൻ പോണോ? പാട്ട് പാടാനൊന്നും പോവല്ല. ഇപ്പൊ നോക്കിയോ. സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ് സാർ. ആക്ഷൻ. വെൽക്കം ടു ദ ടേസ്റ്റി മാജിക്. വ്യത്യസ്ത രുചികൾ തേടിയുള്ള യാത്ര നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. ടേസ്റ്റ്, കൾച്ചർ, മ്യൂസിക്, ഇതാണ് നമ്മുടെ സ്ലോഗൻ തന്നെ. സോ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇത് ഇനാഗുറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു DK റെസ്റ്റോറന്റിന്റെ ഉടമയും ഇന്റർനാഷണൽ ഷെഫുമായ മിസ്റ്റർ ദേവൻ കൃഷ്ണ. Move that body, break it all down. Let's have a party, dance. With the rock and get loose. Now hit the floor directly to the roof. Take a chance, move that body, break it all down. Let's have a party, dance. With the rock and get loose. Now hit the floor directly to the roof. Take a chance, move that body.